ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. ഒരു വീടിരിക്കൽ പരിപാടിയാണ്. കരിങ്കലത്താണിയിലാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ പാലക്കാട് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് രാവിലെ തന്നെ. ഏകദേശം ഒരു 10:30 മണി 10:45 ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു. 2 വണ്ടികളിലായിട്ട് ഞങ്ങൾ 7-8 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകുമ്പോൾ നല്ല ട്രാഫിക്കും നല്ല റോഡ് മോശമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പതുക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 12:30 അടുത്തു അവിടെ എത്താൻ. വളരെ നല്ല റോഡ് അല്ലാത്തതുകൊണ്ട് തന്നെ സമയമെടുത്താണ് പോയത്. കുന്നും മേടും ഒക്കെ താണ്ടി ഞങ്ങൾ ഒടുവിൽ അവിടെ എത്തി. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് വീടൊക്കെ കണ്ട് നല്ല ഹാപ്പിയായി തിരിച്ചു പോന്നു. അപ്പോൾ വീട് നമുക്ക് കാണണ്ടേ? അതിന് മുമ്പായിട്ട് ഞങ്ങളെടുത്ത കുറേ ഫോട്ടോസും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഫോട്ടോസൊക്കെ ക്ലിയറൊന്നുമില്ല, കാരണം വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഗ്ലെയർ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിയിലുള്ള കുറേ കാഴ്ചകളൊക്കെ ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും ഒക്കെ പകർത്തിയിട്ടുണ്ട്. നല്ല നല്ല കാഴ്ചകളല്ലേ, കണ്ട് രസിക്കാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. നല്ലൊരു കോലം കണ്ടില്ലേ? പിന്നെ അതിനുശേഷം ടെറസിൻ്റെ മുകളിൽ കയറിയിട്ടും അതേപോലെ തന്നെ വീട്ടിനുള്ളിൽ കുറേ ഫോട്ടോസൊക്കെ तू सो जाए जला एक ऐसी नज़्म कहूँ जो लफ्ज़ कहूँ वो हो जाए। मैं दिल लिखूँ तू दिल थामे, मैं गुम लिखूँ वो खो जाए। बेचैन लिखूं बेचैन हो तो फिर बेचैनी का काटूं तुझे चैन जरा सा हो जाए। अभी ऐन लिखूं तू सोचे मुझे फिर सीन लिखूं तेरी नींद उड़े। അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പുറപ്പെട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും നല്ല ശക്തമായ മഴയായിരുന്നു. ഓട്ടോയിലാണ് പോയിരുന്നത്, അതുകൊണ്ട് തന്നെ 2 സൈഡും നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അടാറ് മഴയായിരുന്നു. കണ്ണ് കാണാത്ത മഴ എന്നൊക്കെ പറയില്ലേ, അത് തന്നെയായിരുന്നു. റോഡ് മൊത്തം കുളമായി. വലിയ വണ്ടികളൊക്കെ പോകുമ്പോൾ ഓട്ടോയുടെ ഉള്ളിലേക്ക് വെള്ളം കയറുന്ന ഒരവസ്ഥയായിരുന്നു. എന്തായാലും യാത്ര വളരെയധികം രസകരമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ആ ഒരു മഴയുടെ ശക്തി കണ്ട് കുട്ടികളെല്ലാവരും പേടിച്ചു. പെട്ടെന്ന് റോഡ് മൊത്തം വെള്ളം, ആ റോഡിലൂടെ പല വാഹനങ്ങളും ചീറിപ്പാഞ്ഞ് പോകുന്നത് കണ്ടപ്പോൾ ഒരുപാട് പേടിച്ചിട്ടാണ് അവർ വണ്ടിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. കുറേ ദൂരത്തോളം മഴ അങ്ങനെ ശക്തമായി തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. കൂടിയും കുറഞ്ഞും അങ്ങനെ ഞങ്ങൾ മണ്ണാർക്കാട് എത്തി. ഏകദേശം മണ്ണാർക്കാട് എത്തുന്നതിൻ്റെ ഒരു 2-3 കിലോമീറ്റർ അപ്പുറം മാത്രമാണ് തീരെ മഴ പെയ്യാത്തതുണ്ടായിരുന്നത്. മഴ ഒന്ന് ചാറിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഈ മഴയുടെ കാഴ്ചകളൊക്കെ കണ്ട് വളരെ രസകരമായിട്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ യാത്ര. മഴയുടെ തീവ്രത കുറച്ചൊന്ന് കുറഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ക്യാമറയിൽ മഴയുടെ ശക്തി അത്ര കാണുന്നൊന്നും ഉണ്ടാവില്ല. എന്നാലും നല്ല ശക്തമായ മഴ തന്നെയായിരുന്നു. റോഡിലൂടെയെല്ലാം ശക്തമായിട്ടുള്ള കുത്തിയൊഴുക്കും അതേപോലെ തന്നെ ചായപ്പുഴയായിരുന്നു. കുട്ടികളെല്ലാം പറഞ്ഞ് റോഡിലൂടെ ചായയാണ് ഒഴുകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശക്തമായ മഴ ഏകദേശം ചുങ്കം അരിമ്പാവ് വരെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മഴയ്ക്ക് ഒന്ന് ശമനം കിട്ടിയത്. ഏകദേശം കോടതിപ്പടിയൊക്കെ എത്താറായപ്പോഴേക്കും ഒരു തുള്ളി പോലും മഴ പെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്ര നേരം ശക്തമായ മഴയിലൂടെ വന്ന ഞങ്ങൾക്ക് ഈ കാഴ്ച കണ്ടപ്പോൾ വളരെ അതിശയം തോന്നി. കാരണം ഒരു തുള്ളി പോലും മഴ പെയ്യാണ്ട് റോഡെല്ലാം ഉണങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ അവിടെ കണ്ടത്. അങ്ങനെ വീട്ടിലെത്തി. പിന്നെ അവിടെ നിന്ന് വീണ്ടും പാലക്കാട്ടേക്ക് തിരിച്ചു. താങ്ക് യു.